റോഹൻ വളരെ തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വൈകി വരെ ജോലി ചെയ്യുകയും എപ്പോഴും പണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ പ്രിയയും മോഹനും ഒരു ചെറിയ ശാന്തമായ ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. അവർ റോഹനെ വലിയ സ്നേഹത്തോടെയാണ് വളർത്തിയത്. അവർക്കില്ലെങ്കിലും റോഹന് എപ്പോഴും ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തി. ഇപ്പോൾ റോഹന് വലിയ നഗരത്തിൽ നല്ല ജോലിയുണ്ടായിരുന്നു. അത് മതിയെന്ന് കരുതി അദ്ദേഹം എല്ലാ മാസവും അവർക്ക് പണം അയച്ചു. അദ്ദേഹം അവരെ വല്ലപ്പോഴും മാത്രമേ വിളിക്കൂ, ഒരിക്കലും അവരെ സന്ദർശിച്ചില്ല. ഒരു ദിവസം അദ്ദേഹത്തിന് അസുഖം വന്നു വീട്ടിൽ പോകേണ്ടി വന്നു. അദ്ദേഹം എത്തിയ ഉടൻ അമ്മ അടുക്കളയിലേക്ക് ഓയിട്ടി. അവർ അദ്ദേഹത്തിന് കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിക്കൊടുത്തു. അദ്ദേഹം ആ ലളിതമായ ചൂടുള്ള സൂപ്പ് കുടിച്ചു വലിയ ആശ്വാസം അനുഭവിച്ചു. പകരമായി ഒന്നും ചോദിക്കാതെ അവർ തന്നെ എത്രയോ തവണ പരിപാലിച്ചുവെന്ന് റോഹൻ ഓർത്തു. വർഷങ്ങളുടെ ജോലിയിൽ തളർന്ന തന്റെ അച്ഛന്റെ കൈകളിലേക്ക് അദ്ദേഹം നോക്കി. താൻ വീട്ടിൽ വന്നതുകൊണ്ട് മാത്രം അമ്മയുടെ കണ്ണുകളിൽ ശാന്തമായ സന്തോഷം അദ്ദേഹം കണ്ടു. അദ്ദേഹം അയച്ച പണത്തിന് ഈ യഥാർത്ഥ സന്തോഷം ഒരിക്കലും വാങ്ങാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഞാൻ വേഗത കുറയ്ക്കണം, ഞാൻ അവർക്കായി സമയം കണ്ടെത്തണം. യഥാർത്ഥ സമ്പത്ത് പണം മാത്രമല്ല, അത് നമുക്കെല്ലാം നൽകിയ ആളുകളുമായി നമ്മൾ പങ്കുവെക്കുന്ന സ്നേഹവും സന്തോഷവുമാണ്. അവർ എല്ലാ ദിവസവും സന്തോഷമുള്ളവരും വിലമതിക്കപ്പെടുന്നവരുമാണെന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠമാണ്. വളരെ വൈകുന്നതുവരെ കാത്തിരിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ സ്നേഹം അവരെ ഇപ്പോൾ കാണിക്കുക. മലയാളം റെപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ഓർമ്മ കമന്റുകളിൽ ഞങ്ങളെ അറിയിക്കുക.